ഞാൻ കഴിഞ്ഞ വർഷം ഒരു 10 ദിവസം ഡൽഹിയിൽ താമസിച്ചിരുന്നു. അപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും സ്മോഗിനെ പറ്റിയാണ് പറയുക. അതായത് മഞ്ഞും പുകയും കൂടി ചേർന്ന് ആൾക്ക് കാഴ്ച കാണാൻ പറ്റാണ്ടാവുന്നു, എയർ ക്വാളിറ്റി ഇൻഡെക്സ് കുറയുന്നു. അപ്പോൾ ഈ മഞ്ഞും പുകയും ചേർന്നിട്ടാണോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കുറയുന്നത്? അല്ല, അവിടുത്തെ പൊടിയാണ് പ്രശ്നം. നമ്മൾ ഡൽഹിയിലെ സ്ട്രീറ്റിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എല്ലാ റോഡിലും പൊടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ഈ പൊടി വരുന്നത്, എവിടെ നിന്നാണ്? അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് വരുന്ന പൊടി അവിടെ വന്ന് വീഴുന്നതാണോ? അല്ല. യഥാർത്ഥത്തിൽ ഈ ആരവല്ലിയുടെ ഡിസ്ട്രക്ഷൻ കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് താർ മരുഭൂമി എന്നുള്ള മണൽക്കാറ്റ് ആരവല്ലി കടന്ന് ഡൽഹിയിലേക്ക് വരുന്നുള്ളതാണ്. അതാണ് നമ്മളവിടെ കാണുന്ന പൊല്യൂട്ടൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് പല ഘടകങ്ങൾ പറയുന്നുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും യു പിയിലും ഒക്കെ കർഷകർ കച്ച കത്തിക്കുന്നുണ്ടാകുന്ന പുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ശ്വാസകോശത്തെ തകർക്കുന്നത്. അപ്പോൾ ഇന്ന് നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഡൽഹി താമസിച്ചിട്ട് എനിക്ക് ലങ്സ് അസുഖം ഉണ്ടായിരുന്നു. ഞാൻ 10 ദിവസം ഡൽഹി താമസിച്ചിട്ട് എനിക്ക് ചുമ മാറിയത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ പൊല്യൂഷൻ യഥാർത്ഥത്തിലുണ്ട്. ശരിക്കും ആളുകളുടെ ലങ്സിനെ ബാധിക്കുന്ന പൊല്യൂഷൻ ഉണ്ടാകുന്നത് താർമരുഭൂമി എന്നുള്ള മണൽക്കാറ്റ് ആരവല്ലി കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യത. ഇതാണ് അതിൽ ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട്, പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടുകൾ കേരളത്തിലായിരുന്നു പ്രശ്നം ഉണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ പശ്ചിമഘട്ടം പല സംസ്ഥാനങ്ങളും കർണാടകയിലൂടെ കടന്നു പോകുന്നു, തമിഴ്നാട്ടിൽ കുറച്ച് ഭാഗത്തുണ്ട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ എല്ലായിടത്തും ഉണ്ട്. അവിടെ ഒന്നും ഇത് വലിയ ബഹളമൊന്നും ആയിരുന്നില്ല, ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിരുന്നില്ല. അത് പൊളിറ്റിക്കൽ ഡിബേറ്റ് ചെയ്ത് അവിടെയാണ്, കേരളത്തിലാണ്. കാരണം കേരളത്തിലാണ് കുറേ കൂടി ഈ ആളുകൾ എന്താണ് പൊളിറ്റിക്കലി വോക്കായിട്ടുള്ള ആളുകൾ, ഇതിനോട് ഡിബേറ്റ് ചെയ്യുന്ന ആളുകൾ, എൻവയൺമെൻറ്റലിസ്റ്റുകളുടെ ഡെൻസിറ്റി ഇതൊക്കെ കേരളത്തിൽ കൂടുതലായതുകൊണ്ടായിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആരവല്ലി ഒരു നാഷണൽ ഡിബേറ്റായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. അത് നാഷണൽ ചാനലുകളുടെ 8 മണി ചർച്ചയാവുന്നു, 9 മണി ചർച്ചയാവുന്നു. ഗോസ്വാമി ഭൂപേന്ദ്ര യാദവിനോട് വി നീഡ് ആൻസർ ടു നൈറ്റ്, ദ നാഷൻസ് വാണ്ട് ടു നോ ടു നൈറ്റ് എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. മോദിയോട് ചോദ്യം ഉന്നയിക്കുന്നു. നമ്മളിത് കഴിഞ്ഞ 11 വർഷമായിട്ട് കണ്ടിട്ടില്ല. അതായത് നാഷൻ വാണ്ട്സ് ടു നോ എന്ന് അർണബ് ഗോസ്വാമി കഴിഞ്ഞ 11 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടത് പ്രതിപക്ഷത്തോടായിരുന്നു. പക്ഷേ ഇത് മോദിയെ അക്കൗണ്ടബിൾ ആക്കുന്നു, മോദിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ ആരവല്ലിയിലും തീർന്നില്ല, ഇൻഡിഗോ പ്രശ്നത്തിലും അർണബ് ഗോസ്വാമി അലറി വിളിക്കുന്നു മോദിക്കെതിരെ. ഇത് നമ്മളൊരു പുതിയ കാഴ്ചയാണ്. അപ്പോൾ അത് ആരവല്ലിയോടുള്ള എന്തോ പ്രത്യേക സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഡൽഹി പൊള്യൂട്ടഡ് ആവുന്നു എന്നുള്ളൊരു പ്രശ്നത്തിൽ ബൂർഷ്വാ മാധ്യമങ്ങൾ അവിടെ ആൾക്കും താമസിക്കണമല്ലോ. ഇപ്പോൾ നിതിൻ ഗഡ്കരിക്ക് ലങ്സിൽ അസുഖം ഉണ്ടായെങ്കിൽ അർണബ് ഗോസ്വാമിക്കും ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവരല്ലാതെ വിളിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു ചെറിയ റൂമർ കൂടിയുണ്ട്. അതായത് ഇതിപ്പോൾ ആരവല്ലിയിലും തീരില്ല. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു ഹിരൺ ജോഷി ഉണ്ടായിരുന്നു. ഹിരൺ ജോഷിയുടെ പണി മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഹെഡ്ലൈനുകൾ എന്തൊക്കെയാവണമെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചാനലിൽ രാത്രി 8 മണിക്ക് എന്ത് ചർച്ച ചെയ്യണമെന്ന് നമ്മൾ എഡിറ്റോറിയൽ ബോർഡ് കൂടി തീരുമാനിക്കുന്ന പോലെ അല്ല, ഗോദി മീഡിയയിൽ തീരുമാനിക്കുക. അതിന് എന്ത് ചെയ്യും, ഒരു വാട്സപ്പിൽ മെസ്സേജ് വരും, എവിടെ നിന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മെസ്സേജ് വരും, ഇന്ന് ഇതാണ് ചർച്ച, അല്ലെങ്കിൽ ഇന്ന് ഉച്ചത്തെ റൗണ്ടപ്പ് ബുള്ളറ്റിനിൽ ഇതൊക്കെയാണ് ഹെഡ്ലൈൻസ് എന്നുള്ളത് PM ഓഫീസിൽ നിന്ന് വരും. അത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ആളായിരുന്നു ഹിരൺ ജോഷി. ഒക്ടോബർ 12-ാം തീയതിയാണ് പുള്ളി ആ വാട്സപ്പിൽ അവസാനം മെസ്സേജ്. പിന്നെ അദ്ദേഹത്തിന് മെസ്സേജ് ഇല്ല. അപ്പോൾ അപ്പോഴത്തേക്കും പലതരത്തിലുള്ള റൂമറുകളായി. നവംബർ മാസത്തിൽ മാധ്യമങ്ങൾ പലരും പറയുന്നു ഇയാൾ രാജിവെച്ചാൽ ഇയാളെ മാറ്റി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇയാൾ മാറിയതിന് ശേഷം, ഇയാൾ PM ഓഫീസിൽ നിന്ന് മാറി, അയാളുടെ മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാതിന് ശേഷം ആണ് ഈ മാറ്റം വരുന്നത്. അതായത് മാധ്യമങ്ങൾ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു, ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായും ചോദ്യം ചോദിക്കുന്നതല്ല, ഇപ്പോൾ മോദിയെ പൂർണ്ണമായും ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ചില ഇഷ്യൂകളിൽ, ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇൻഡിഗോ ആവട്ടെ, ആരവല്ലി ആവട്ടെ, അത് ഏത് ജനങ്ങളെ എന്നുള്ളതിനപ്പുറം ജനകീയ പ്രശ്നങ്ങളിൽ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് ആരവല്ലിയിലും ഇൻഡിഗോയിലൊക്കെ ഒരു സൂചനയാണ്. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമായി ചിലർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയല്ല, ഈ മാധ്യമങ്ങൾ സ്വയം ക്രെഡിബിലിറ്റി നടത്താൻ വേണ്ടി കുറച്ച് ജനകീയ പ്രശ്നങ്ങൾ ചോദിച്ചു കളയാം, പ്രതിപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്ന പകരം മോദിയോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറയുന്നവരുമുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.